ഒരു ഫോട്ടോയിൽ എന്തിരിക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നേരം നമുക്കൊരു ഫോട്ടോ ഇരിക്കുന്നെന്ന് പറയാം അല്ലേ. പക്ഷേ ഒരു ഫോട്ടോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിന് ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നേരം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നേരം ആ ഫോട്ടോയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ അടക്കമുള്ള ഏത് ക്യാമറയിൽ നിന്ന് എടുത്ത് എവിടെ നിന്ന് എടുത്ത് എല്ലാ ഡീറ്റെയിലും ആ ഫോട്ടോ ഒന്ന് എടുക്കാനാവും. എങ്ങനെ? ഒരു ഉദാഹരണത്തിന് ഈ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഒരു നോർമൽ ഫോട്ടോ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത് ഈ ഫോണിൻ്റെ ക്യാമറയിലെടുത്ത ഒരു നോർമൽ ഫോട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുക. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഡീറ്റെയിൽസ് എടുത്താൽ ഡേറ്റ്, ലൊക്കേഷൻ, ടൈം, ഫോട്ടോൻ്റെ ഫോർമാറ്റ്, ഫോണിൻ്റെ പേര് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്ന നേരം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന നേരം ഇത് കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഡീറ്റെയിൽ ഒക്കെ എടുക്കാനാവും, നമ്മുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്യാനാവും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഒരു ഫോട്ടോയിലുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എങ്ങനെ? അതിന് നോർമലായിട്ട് ഫോണിൽ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എക്സിഫ് ഇറേസർ വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. എക്സിഫ് ഇറേസർ കൂടെ നമുക്ക് ഏത് ഫോട്ടോയിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്യാനാവും. എങ്ങനെയാണെന്നൊന്ന് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ 4 ബട്ടൺസ് ഉണ്ടാവും. ഇതിൽ ഇമേജ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ. നമുക്ക് അതേ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം. ആ ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് കസ്റ്റം സേവ് പാത്ത് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഇത് സേവ് ആവേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തു. ഓൾ ഡൺ. ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോയിലുള്ള മുഴുവൻ ഡാറ്റകളും ഇറേസ് ആയിട്ടുണ്ടാവും. അതിൽ ആ ഫോട്ടോൻ്റെ ഫോർമാറ്റ് ഏതാണെന്നോ അതും ഉണ്ടാവും. അതുപോലെ തന്നെ അതെടുത്ത ഡേറ്റും അത് മാത്രമാണ് നമുക്ക് ആ ഫോട്ടോയിൽ കാണാനാവും. അതുപോലെ ലൊക്കേഷന് കാര്യങ്ങൾ മറ്റ് ഡീറ്റെയിൽ ഒന്നും ഉണ്ടാകില്ല. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ. ആ ഫോട്ടോ ഗ്യാലറി സേവ് ആയിട്ടുണ്ടാവും. അതിൽ ഒരു ഡാറ്റ ഇല്ലാണ്ട് മാനിക്കുണ്ടാവും. നമ്മൾ ഗ്യാലറിയിൽ ഒന്ന് പോയി നോക്കുക. DCIM എന്നുള്ള ഫോൾഡറിൽ ആ ഫോട്ടോ വന്നിക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഇവിടെ ഡീറ്റെയിൽസ് എടുക്കുക. കണ്ടോ? ആ ഫോട്ടോ എടുത്ത ഡേറ്റും ആ ഫോട്ടോൻ്റെ ഫോർമാറ്റ് അല്ലാണ്ട് മറ്റൊരു ഡീറ്റെയിലും അതിലുണ്ടാവുകയില്ല. ലൊക്കേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഫോട്ടോ സെൻഡ് ചെയ്യുന്നേരം അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നേരം ഇതുപോലെ അതിലുള്ള ഡാറ്റകൾ, സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റകളൊക്കെ ഇറേസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാനാവും. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിൻ്റെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കിൻ്റെ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.